സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർസ് ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ IMF വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് അനുസരിച്ച് 2025 ഏത് രാജ്യത്തെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജപ്പാൻ. 2025 ലോക ആസ്മ ദിനത്തിൻ്റെ തീം എന്ത്? ഇൻഹെയിൽ ചികിത്സകൾ എല്ലാവർക്കും പ്രാപ്യമാക്കുക. 2025 ജർമ്മനിയുടെ പുതിയ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഫ്രെഡറിക് മേഴ്സ്. ഗവേണൻസ് ഓഫ് എമേർജിംഗ് ടെക്നോളജീസ് സമ്മിറ്റ് എവിടെയാണ് ആരംഭിച്ചത്? അബുദാബി, UAE. 2025 എയർഫോഴ്സ് അർജൻ സിംഗ് മെമ്മോറിയൽ ഹോക്കി ടൂർണമെൻറ്റിൻ്റെ 6ാമത്തെ മാർഷൽ ഫൈനലിൽ വിജയിച്ച ടീം ഏത്? ഇന്ത്യൻ റെയിൽവേസ്. 2025 മെയ്യിൽ ന്യൂഡൽഹിയിൽ നടന്ന ഗ്ലോബൽ സ്പേസ് എക്സ്പ്ലോറേഷൻ കോൺഫറൻസിൻ്റെ ഔദ്യോഗിക തീം എന്ത്? റീച്ചിങ് ന്യൂ വേൾഡ്സ്. ഏത് മന്ത്രാലയമാണ് ടെലികോം എക്യുപ്മെൻറ്റ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്? വാണിജ്യ വ്യവസായ മന്ത്രാലയം. 2025 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 7ാമത് ക്വാഡ് ഉച്ചകോടി യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരെയാണ് ക്ഷണിച്ചത്? ആന്റണി അൽബനിസ്. 2025 മെയ്യിൽ ഇറ്റലിയിലെ മിലാനിൽ നടന്ന ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ 58ാമത് വാർഷിക ബോർഡ് ഓഫ് ഗവർണേഴ്സ് മീറ്റിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. പഹൽഗം ഭീകരാക്രമണത്തിന് പ്രതികാരമായി 2025 മെയ് 6, 7 തീയതികളിൽ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.